ഒരു പ്രസ്ഥാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മനുഷ്യനെ വേട്ടയാടാൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി നടക്കുന്ന സംഘടിതമായ ശ്രമങ്ങളെ കുൽസിത ഗൂഢാലോചനകളുടെ ചോര പൊടിയുന്ന കഥയായി തന്നെ ചരിത്രം രേഖപ്പെടുത്തും. പ്രായപൂർത്തിയായ ഒരു വനിതാ സംരംഭകയുടെ നിയമപരമായ സേവനത്തെ പിതാവിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കുന്നു. കമ്പനി കൊടുത്ത സേവനം നിയമപരമാണോ? ആണ്. പ്രതിഫലം നിയമവിരുദ്ധമാണോ? അല്ല. തുക കൈമാറിയത് ലീഗലായാണോ? അതെ, ബാങ്ക് വഴിയാണ്. ആ തുകയ്ക്ക് ടാക്സ് അടച്ചിട്ടുണ്ടോ? ഉണ്ട്. TDS GST അടച്ചിട്ടുണ്ട്. എന്നിട്ടും അറിയില്ല. അതാകും പുതിയ വിസ്മയം. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി മോദി സർക്കാർ നടത്തുന്ന ഈ കുൽസിത നീക്കങ്ങളെ കോൺഗ്രസ് ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ വിമർശിച്ചിട്ടില്ല. പക്ഷേ പ്രതിഷേധിച്ചവരുടെ വൈകാരിക പ്രകടനങ്ങളെ അധിക്ഷേപിക്കാൻ മറന്നിട്ടുമില്ല. വരച്ചിടേണ്ട കോൺഗ്രസ് BJP വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗ്രാൻഡ് ഡിസൈൻ ഇതിന് പിന്നിലെല്ലാമുണ്ട്. പിണറായി വിജയൻ സർക്കാർ അധികാരമൊഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേറ്റ് ഇന്നേക്ക് 10 ദിവസം തികയുന്നു. ഈ 9 ദിവസത്തിനിടയിലാകെ പിണറായി വിജയനും CPIM-നുമെതിരെ നിരീക്ഷകരെ നിരത്തി പുലയാട്ട് പ്രസംഗ മത്സരം നടത്തുകയായിരുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ. കാൽ നൂറ്റാണ്ടായി റൌഡിപ്പടയെയും കാബാലിക സംഘത്തെയും അണിനിരത്തിക്കൊണ്ട് ഒരേ പാറ്റേണിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തി ചർച്ച നടത്തുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളാകെ. ഈടിക്കും മോടിക്കും വീടിക്കും വേണ്ടി അവർ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നു. 6 പതിറ്റാണ്ടിലധികമായി ഈ കേരളത്തിൽ വിവിധ തലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മനുഷ്യനാണ് പിണറായി വിജയൻ. 10 വർഷത്തോളം തുടർച്ചയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുക എന്ന അപൂർവമായ ജനകീയ അംഗീകാരം നേടിയ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശതകോടി അഴിമതിയുടെ ആരോപണങ്ങൾ നേരിട്ടപ്പോഴും ഈ കൈകൾ ശുദ്ധമാണെന്ന ആത്മവിശ്വാസത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, കരറുറപ്പോടെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രഖ്യാപിച്ച കേരളത്തിന്റെ അഭിമാനം കൂടിയാണ് പിണറായി വിജയൻ. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായ ആ മനുഷ്യനെ കെണിവെച്ച് വീഴ്ത്താനും നിർമ്മിക്കപ്പെട്ട വ്യാജ ആരോപണങ്ങൾ ഒന്നൊന്നായി കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ തകർന്നടിഞ്ഞു വീഴുമ്പോഴും എല്ലാത്തിനെയും പരമാവധി കൊഴിപ്പിക്കാൻ നിർലജ്ജം, നിർദയം, നിരന്തരം ഒത്താശപ്പണി ചെയ്തവർ അടുത്ത അവസരത്തിനായി വാരിക്കുഴി തീർത്ത് കാത്തിരിക്കുകയാണ്. എല്ലാ ചതിപ്രയോഗങ്ങളെയും അട്ടഹാസങ്ങളെയും കൊലവിളികളെയും അതിജീവിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന മനുഷ്യൻ അജയ്യനായി മുന്നേറുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അധികാരം പിടിച്ചടക്കിയവർ ഡൽഹിയിലെത്തി പൊന്നുതമ്പുരാനെ കണ്ട് വണങ്ങുന്നു. തൊട്ടടുത്ത ദിവസം അന്വേഷണം തുടരാമെന്ന കേവലമായ ഒരു കോടതി ഉത്തരവിനെ മറയാക്കി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊട്ടേഷൻ സംഘത്തെ പോലെ ED അയക്കുന്നു. അതാരുടെ ബുദ്ധിയാണെങ്കിലും വിസ്മയമാണെങ്കിലും കണക്ക് പറയേണ്ടി വരും. കേരളം കണക്ക് പറയിക്കും. 2 സ്വതന്ത്ര ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ നടന്ന തീർത്തും സുതാര്യമായ ഇടപാടുകളെ മറയാക്കി കണക്ക് തീർക്കാൻ ഇറങ്ങിയവർക്കും ഒത്താശപ്പണിയെടുത്തവർക്കും കണക്ക് പറയേണ്ടി വരും. ഈ നാട് കണക്ക് പറയിക്കും. അങ്ങനെ ഒരു ചരിത്രമുള്ള നാടാണ് കേരളം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉയർന്ന ബാലാവകാശ കമ്മീഷന്റെ വാദങ്ങളെപ്പോലും പരിഹസിച്ചവർ ഇന്ന് വെടക്കാക്കി തനിക്കാക്കാൻ കള്ളക്കഥകൾ മെനയുന്നു. പിണറായി വിജയൻ പ്രഖ്യാപിച്ചതുപോലെ ഇത് തുടക്കമായിരിക്കാം. വരും കാലങ്ങളിൽ സംഭവിക്കാനിടയുള്ള എല്ലാ നെറുകേടുകളെയും ചെറുക്കാൻ കരുത്തുറ്റ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്ന് കേരള സമൂഹത്തിന് അചഞ്ചലമായ ഉറപ്പ് ലഭിച്ച ഒരു പകൽ കൂടിയാണ് നമ്മൾ ഇന്ന് പിന്നിട്ടത്. ആ പകലിന്റെ ആത്മവിശ്വാസത്തെ ആയുധമാക്കി നമ്മൾക്ക് മുന്നേറാം. ഈ നാടിന് മുന്നേറാം.